സഖാവ് കെ എൻ രവീന്ദ്രനാഥിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലമായ എറണാകുളത്ത് ഇന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടതായിട്ട് ഓർമ്മയില്ല. പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി കെ എൻ രവീന്ദ്രനാഥാണ്. എതിർ സ്ഥാനാർത്ഥി ശക്തനായ ഡോക്ടർ ഹെൻറി ഓഷനാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച CPMൻ്റെയും CPM മുന്നണിയിലുമുള്ള എല്ലാ നേതാക്കന്മാരും തോറ്റുപോയി. രവീന്ദ്രനാഥും തോറ്റുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് അന്ന് മുതൽക്ക് അറിയാം. അദ്ദേഹം എൻ്റെ അമ്മയുടെ നാടായ ചേരാനല്ലൂരിൻ്റെ തൊട്ടടുത്തുള്ള എടപ്പള്ളി സ്വദേശിയാണ് എന്നും മനസ്സിലായി. എടപ്പള്ളിയിലെ പ്രസിദ്ധമായ കണ്ണന്തോടത്ത് എന്ന തറവാട്ടുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു. RSP നേതാവായിരുന്ന ശ്രീകണ്ഠൻ നായരുടെയും TK ദിവാകരൻ്റെയും അതുപോലെ ബിജുവിൻ്റെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ എന്നും പിന്നീട് കേൾക്കാനിടയായി. അപ്പോൾ അന്ന് മുതൽക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാം. പിന്നീടാണ് പരിചയപ്പെടുന്നതൊക്കെ. 1980 ഇദ്ദേഹം മത്സരിച്ചു. 80 എറണാകുളത്ത് നിന്ന് അസംബ്ലിക്കാണ് മത്സരിച്ചത്. 1980 വലിയ ഇടതുപക്ഷ തരംഗമാണ്. എറണാകുളം ജില്ലയിലെ 14 സീറ്റിൽ ഏതാണ്ട് 11 LDF ജയിച്ചു. 3 സീറ്റേ പോയുള്ളൂ. അതിൽ 2 എന്ന് പറയുന്നത് ഒന്ന് കോതമംഗലവും മറ്റത് മൂവാറ്റുപുഴയുമാണ്. അവർ 2 സ്ഥലത്ത് കേരള കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. കേരള കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോയി ഏക സീറ്റ് എന്ന് പറഞ്ഞ് ഈ രവീന്ദ്രനാഥ് മത്സരിച്ച എറണാകുളം സീറ്റാണ്. അവിടെ ശക്തനായ AL ജേക്കബ് വിജയിച്ചു. AL ജേക്കബ് ചേട്ടൻ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എനിക്കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നേരിയ ഭൂരിപക്ഷം അതായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാടായ ആലുവയിൽ ഈ രവീന്ദ്രനാഥ് ഒന്ന് മത്സരിച്ചു. 1982 എൻ്റെ ഓർമ്മ. അന്ന് K മുഹമ്മദ് അലിക്കെതിരായിട്ട് ആലുവയിൽ മത്സരിച്ചത് രവീന്ദ്രനാഥാണ്. അപ്പോൾ ഇദ്ദേഹം വലിയ ട്രേഡ് യൂണിയൻ നേതാവാണ്. CITUവിൻ്റെ അനിഷേധ്യ നേതാവാണ്. വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനാണ്. 5 പൈസ അഴിമതിയില്ല, ആർഭാടമില്ല, ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. വലിയ വായനക്കാരനാണ്. മാർക്സിസം ലെനിനിസത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്. ലോകവിവരം നന്നായിട്ടുണ്ട്. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അത് കേരള നിയമസഭയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നൊക്കെ അറിയാമെങ്കിലും പ്രബുദ്ധരായ ആലുവക്കാരെ അത്തവണയും മുഹമ്മദ് അലി തന്നെയാണ് വിജയിപ്പിച്ചത്. രവീന്ദ്രനാഥ് തോറ്റുപോയി എന്നർത്ഥം. പിന്നീട് അദ്ദേഹം വളരെ കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലൊന്നും കണ്ടില്ല. അദ്ദേഹം പാർട്ടിയുടെ സമുന്നത നേതാവായിട്ട് അറിയപ്പെട്ടു. നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമൊക്കെ ആയിരുന്നു തോന്നുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു തലയെടുപ്പുള്ള നേതാവായിട്ടാണ് അറിയപ്പെട്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. അതെന്താ വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ പരാജയമല്ല, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും തന്നെ പരാജയമായിട്ട് മാറി. അത് 1996 സംഭവിച്ചത്. അന്ന് അദ്ദേഹം നിയമസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ ഒന്നും മത്സരിച്ചില്ല. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി കരുതി വച്ചിരുന്നത് VS അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ തോറ്റുപോയി. അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റപ്പോൾ വേറൊരു മുഖ്യമന്ത്രി അനിവാര്യമായിട്ട് വന്നു. ആ സ്ഥാനത്തേക്ക് പാർട്ടി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ രവീന്ദ്രനാഥ് അടക്കമുള്ള ആളുകൾ, MM ലോറൻസ്, ബാലാനന്ദൻ അടക്കമുള്ളവർ തീരുമാനിച്ചിരുന്നത് സുശീല ഗോപാലിനെയാണ്. പക്ഷേ സുശീല ഗോപാലിനെതിരായിട്ട് അതുവരെ ഈ CITU ഗ്രൂപ്പുകാരനായിരുന്നു, അല്ലെങ്കിൽ നായനാർ ഗ്രൂപ്പുകാരനായിരുന്നു EK നായനാർ മത്സരിച്ചു. നായനാരെ അച്യുതാനന്ദൻ പിന്തുണച്ചു. അങ്ങനെ നായനാർ ജയിച്ചു, സുശീല തോറ്റു. തോറ്റ സുശീല പിന്നെ വ്യവസായ മന്ത്രിയായിട്ട് പാർട്ടിയിൽ അക്കോമഡേറ്റ്, മന്ത്രിസഭയിൽ അക്കോമഡേറ്റ്. നായനാർ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. പുള്ളി അത് രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അന്ന് ഈ CITU ഗ്രൂപ്പുകാരൻ, അതായത് ബാലാനന്ദൻ, ലോറൻസ്, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി മത്സരിച്ചത് KN രവീന്ദ്രനാഥായിരുന്നു. രവീന്ദ്രനാഥിനെതിരെ മത്സരിച്ചത് ചടയം ഗോവിന്ദനായിരുന്നു. ചടയം ഗോവിന്ദൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ത്യാഗധനനായ ഒരു നേതാവ് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. വളരെ ശക്തനായ നേതാവായിരുന്നു. വളരെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉള്ള ആളുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അനാരോഗ്യത്തിൻ്റെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. പുള്ളി അർബുദ രോഗബാധിതനായിരുന്നു. അദ്ദേഹത്തിന് അധികം ആയുസില്ല എന്നുള്ളത് ആ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും രവീന്ദ്രനാഥിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ എതിർ വിഭാഗക്കാർ ചടയനെ സ്ഥാനാർത്ഥിയായി കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ ചടയൻ ജയിച്ചു. ചടയൻ്റെ ജയമല്ല ഞാൻ പറഞ്ഞു, രവീന്ദ്രനാഥിൻ്റെ പരാജയം. സത്യം പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയമായിരുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പരാജയമായിരുന്നു. കാരണം 2 കൊല്ലത്തിനകത്ത് ചടയൻ കാലയവനിയേക്ക് പിന്നിൽ മറയുകയും ആ സ്ഥാനത്തേക്ക് നമ്മുടെ കാരണഭൂതൻ വരികയും.
അന്ന് രവീന്ദ്രനാഥാണ് ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മാറിപ്പോയിരുന്നു. കേരള ചരിത്രം വേറൊരു രീതിയിൽ ആകുമായിരുന്നു. അതെങ്ങനെയായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. രവീന്ദ്രനാഥ് കേരള മുഖ്യമന്ത്രി ആവുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ പഠിക്കുന്ന ചരിത്രമല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ അനുഭവിക്കുന്ന രാഷ്ട്രീയമായിരിക്കുമായിരുന്നില്ല. ഈ നിസ്വാർത്ഥനായ നേതാവ് അന്ന് സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കൈരളി ചാനൽ ഉണ്ടാകുമായിരുന്നില്ല. ദുബായിൽ പോയിട്ട് പണം പിരിക്കുന്ന പരിപാടി ഉണ്ടാകുമായിരുന്നില്ല. പല നേതാക്കന്മാരും ഇതുപോലെ പണം സമാഹരിക്കുമായിരുന്നില്ല. ഈ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പാറവടക്കാരുടെയും അല്ലെങ്കിൽ കള്ളപ്പണക്കാരുടെയും അതുമല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടക്കാരുടെയും മദ്യ ലോബിയുടെയും പാർട്ടിയായിട്ട് മാറുമായിരുന്നില്ല. അത് ഈ മാർക്സിസം ലെനിനിസത്തിൻ്റെ സ്ഥാനത്ത് പിണറായിസം മരുമോനിസം ഒരു കാരണവശാലും നടപ്പാകുമായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, ആ തെരഞ്ഞെടുപ്പിൽ രവീന്ദ്രനാഥ് തോറ്റുപോയി. അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തെ ഗതി മാറ്റിയ ഒരു സംഭവം എന്നെനിക്ക് തോന്നുന്നു. ചടയൻ്റെ ജയം അല്ല, രവീന്ദ്രനാഥിൻ്റെ പരാജയമാണ് കേരള ചരിത്രത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ നിർണായകമാം വിധം മാറ്റി എഴുതിയ ആകസ്മികമായ ഒരു സംഭവം. ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹം മത്സരിച്ചു. അതും വളരെ കൗതുകകരമാണ്. ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 1996 2006 തെരഞ്ഞെടുപ്പ് VS അച്യുതാനന്ദൻ ജയിച്ച് മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പ്. അത്തവണയും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ എറണാകുളം ജില്ലയിൽ കിട്ടി. എൻ്റെ ഓർമ്മയിൽ 4 സീറ്റാണ് പോയത്. ഒന്ന് മട്ടാഞ്ചേരിയാണ്, മറ്റേത് പറവൂരാണ്, മൂന്നാമതൊരു സീറ്റ് കൂടി പോയിട്ട് 4ാമത്തെ സീറ്റ് തൃപ്പൂണിത്തുറയായിരുന്നു. ഇദ്ദേഹം തൃപ്പൂണിത്തുറ മത്സരിച്ച് കെ ബാബുവിനോട് മത്സരിച്ച് തോറ്റുപോയി. കെ ബാബു ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ തോറ്റുപോയത് ബാബുവിൻ്റെ കേമത്വത്തേക്കാൾ കൂടുതലായിട്ട് രവീന്ദ്രനാഥ് ജയിച്ചാൽ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ചില സഖാക്കൾ അദ്ദേഹത്തെ പാലം വലിച്ച് തോൽപ്പിച്ചാണ്. അത് ആരൊക്കെയാണെന്ന് ഒക്കെ വേറെ കാര്യമാണ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞുപോയ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതം. അതും വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു. അങ്ങനെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയ ഒരു നേതാവാണ് രവീന്ദ്രനാഥ്. ഇപ്പോൾ ഓർക്കാൻ കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചുവന്ന സ്വപ്നം എന്ന പുസ്തകം കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച വൈകുന്നേരം എറണാകുളത്ത് TK രാമകൃഷ്ണൻ സാംസ്കാരിക നിലയത്തിൽ വെച്ച് പ്രകാശിപ്പിക്കപ്പെട്ടു. വാർത്താ ദേശാമനിൽ വന്നിട്ട് അവിടെ സഖാവ് ഗോവിന്ദൻ മാഷാണ് പുസ്തകം പ്രകാശിപ്പിച്ചത്. ഏറ്റുവാങ്ങിയത് MK സാനുവാണ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാത്തതാണ്. എന്നാലും രവീന്ദ്രനാഥിൻ്റെ പുസ്തകം ആയതുകൊണ്ട്, മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ പേര് ഒരു ചുവന്ന സ്വപ്നം എന്നായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പോയി നോക്കിക്കളയാം എന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ ചെന്നു. ഗോവിന്ദൻ മാഷും സാനുമാഷും സാമാന്യം നന്നായിട്ട് സംസാരിച്ചു. ആ പുസ്തകം നോക്കിക്കഴിഞ്ഞപ്പോൾ പുസ്തകം ഞാൻ അവിടെ വെച്ച് തന്നെ വായിച്ചു. അതിന് മാത്രമുള്ള സാഹിത്യമായി അതിൻ്റെ അകത്തുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊന്നുമല്ല, അദ്ദേഹം പലപ്പോഴും എഴുതിയ ചില ലേഖനങ്ങൾ. പക്ഷേ അതിൽ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ കർത്താവ് ഒരു സിയാവുദ്ദീൻ എന്ന് പറഞ്ഞ CITU-കാരൻ. അദ്ദേഹം ഈ രവീന്ദ്രനാഥുമായിട്ട് നടത്തിയ 3 അഭിമുഖ സംഭാഷണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ്ട് 15ാമത്തെ പേജ് തൊട്ട് 75ാമത്തെ പേജ് വരെ. അതിലെങ്ങനെയാണ് ഇദ്ദേഹം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നതും എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും അവിടെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കി ആർക്കും നോവാത്ത രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച യഥാർത്ഥ സംഘർഷങ്ങൾ ഇതിൽ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ 1975 മെയ് മാസത്തിലാണ് അദ്ദേഹം വിവാഹിതനായത്. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് 18 മാസം കഴിഞ്ഞിട്ടാണ് ഈ സൂര്യപ്രകാശം കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പിന്നെ റെയിൽവേ പണിമുടക്കിനെ പറ്റി പറയുന്നുണ്ട്. 1974 ജോർജ് ഫെർണാണ്ടസ് നയിച്ച അതിഭയങ്കരമായ റെയിൽവേ സമരം, അതുപോലെയുള്ള മറ്റ് പ്രക്ഷോഭങ്ങൾ, പരിപാടികൾ, പാർട്ടിക്കകത്ത് ഉണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ വളരെ പരിമിതമായ തോതിലാണെങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കാരണവർ എഴുതി കൊടുത്ത 3 ഏക്കർ വസ്തുവിൽ 1 ഏക്കർ പാർട്ടിക്ക് വേണ്ടിയിട്ട് വിറ്റു. ആ പൈസ ജനയുഗം ഫണ്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വളരെ പരിമിതമായ രീതിയിലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ ഇതിൽ വേറൊരു പരാധീനതയുള്ള ചിന്ത പബ്ലിക്കേഷൻസാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവർക്ക് ഔട്ട്ലെറ്റുകൾ വളരെ കുറവാണ്. ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ചിന്ത തന്നെ തിരുവനന്തപുരത്ത് പോയി മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരാധീനതകളെങ്കിൽ പോലും ഈ പുസ്തകത്തിനൊരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അവിടെ വേദിയിൽ നിന്ന് നമ്മുടെ മഹാനായ ഗോവിന്ദൻ മാഷ് ഊന്നിയും തുഴഞ്ഞും പറഞ്ഞ ഒരു കാര്യം, ഈ രവീന്ദ്രനാഥിൻ്റെ ഒരു നല്ല ജീവചരിത്രം അല്ലെങ്കിൽ ഒരു ആത്മകഥ അനിവാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ സത്യസന്ധനായിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നുള്ള വലിയ പാഠം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അത് പറഞ്ഞ ഗോവിന്ദൻ മാഷാണ്. സംഗതി സത്യവുമാണ്. കാരണം ഇദ്ദേഹത്തെപ്പറ്റി മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഈ നേതാക്കന്മാർ പൊതുവിലും എറണാകുളം ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാർ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഉപന്യസിക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ വീട്ടു പരിസരത്തൊക്കെയുള്ള നേതാക്കന്മാർ, തുക്കട നേതാക്കന്മാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ രവീന്ദ്രനാഥിനെ പോലെയുള്ള ആളുകൾ ഇന്നിപ്പോൾ പൊതുജീവിതത്തിൽ വളരെ കുറവാണ്. തീരെ ഇല്ല എന്ന് തന്നെ പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വരും തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തേണ്ടത് ഒരാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. സഖാവ് രവീന്ദ്രനാഥിനോട് പണ്ട് മുതൽക്ക് അഗാധമായ സ്നേഹാദരങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് സമയമില്ലാത്ത സമയത്ത് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. വലിയ ത്യാഗമായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.